الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിൻപറ്റിപ്പോയതിന്റെ പേരിൽ, സ്നേഹിച്ചതിന്റെ പേരിൽ, അനുകരിച്ചതിന്റെ പേരിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരേണ്ടതില്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്ന വ്യക്തിത്വങ്ങളാണ് സ്വഹാബത്ത്. പഠിക്കുന്തോറും നമ്മുടെ ഈമാനിന്റെ അളവ് വർദ്ധിക്കുകയും പരലോകത്തിനു വേണ്ടി പണിയെടുക്കാനുള്ള ആ ഒരു ആവേശം നമുക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നവരാണ് സ്വഹാബത്ത്. സ്വഹാബത്തിലേറെ ശ്രദ്ധേയനായിരുന്നു ശദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത്ത് അൽ അൻസാരി അൽ ഖസ്റജി. അറിയപ്പെട്ട പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ പുത്രനായിരുന്നു അദ്ദേഹം. വിവരത്തോടൊപ്പം വിവേകവും ഒരാൾക്ക് ഒത്തിണങ്ങി വരിക എന്നത് വലിയൊരു ഭാഗ്യമാണ്. പണ്ഡിതന്മാർ പറയുന്നത്, താബിഈകൾ പറയുന്നത്, ശദ്ദാദ് ബിൻ ഔസ് മിമ്മൻ ഊതിയൽ ഇൽമ വൽ ഹിൽം, ഇൽമും ഹിൽമും അറിവും വിവേകവും നൽകപ്പെട്ട പണ്ഡിതനായിരുന്നു എന്നാണ് പറയുന്നത്. അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുന്നത്, ലികുല്ലി ഉമ്മത്തിൻ ഫഖീഹ്, എല്ലാ ഉമ്മത്തിനും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. വഫഖീഹു ഹാദിഹിൽ ഉമ്മത്തി ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ ഫഖീഹ്, ദീനിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തി, അത് ശദ്ദാദ് ബിൻ ഔസ് ആണെന്ന് അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയാണ്. ഇൽമും ഹിൽമും ദീനിൽ ഫിഖ്ഹുമുള്ള അദ്ദേഹം ഇബാദത്തിലും പടച്ചറബിനെ ഭയക്കുന്നിടത്തും ഏറെ ശ്രദ്ധേയനായിരുന്നു എന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ധാരാളം
നന്മകൾ ഒത്തിണങ്ങി വന്ന ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, യാ ശദ്ദാദ് ഇദാ റഅയ്ത الناس قد اكتنزوا الذهب والفضة فاكنز هؤلاء الكلمات. ജനങ്ങൾ സ്വർണവും വെള്ളിയും ശേഖരിക്കുന്നത് നീ കണ്ടാൽ ഈ വാക്കുകൾ കൊണ്ട് നീ നന്മകൾ ശേഖരിക്കുക എന്ന് ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ കൊടുക്കുന്ന ഒരു ഉപദേശം. ജനങ്ങൾ സമ്പത്തിന്റെയും സൗകര്യത്തിന്റെയും സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും ആർഭാടത്തിന്റെയും പിന്നാലെ പോകുമ്പോ നീ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കാനാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം, അദ്ദേഹത്തെ പഠിപ്പിച്ചത് ഒരു പ്രാർത്ഥനയാണ്. اللهم إني أسألك الثبات في الأمر والعزيمة على الرشد وأسألك موجبات رحمتك وعزائم مغفرتك وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. ധാരാളം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രദ്ധേയമായൊരു ദുആ. ഇതിന്റെ ആശയവും ഇതിന്റെ പദങ്ങളും നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്നതാണ്. അതോടൊപ്പം ഈ പ്രാർത്ഥന ഉരുവിടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ മഹനീയമായ ഒരു കാര്യവുമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ദൃഢതയെ ചോദിക്കുന്നു. ദീനിൽ ഈമാൻ ഏറ്റക്കുറച്ചിലുണ്ടാകും, അത് നിലനിന്നു പോവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വന്ന് ഭയക്കണ്ട, ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന വിശ്വാസികൾ ആരാണ്? എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും ആ റബ്ബിന്റെ ദീനിൽ ഉറച്ചു മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ദീനിലുള്ള ആ ഒരു സബാത്ത്, ഇസ്തിഖാമത്ത്, അതാണ് ഒന്നാമതായിട്ട് അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്നതാണ്. റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഒരുപാട് തീരുമാനങ്ങളുമായിട്ടാണ് ഇറങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നാം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അതിന്റെ കാരണം? കാരണങ്ങൾ നമുക്ക് പലതും പറയാനുണ്ട്. സാഹചര്യങ്ങളെ പറയാനുണ്ട്, കൂട്ടുകാരെ പറയാനുണ്ട്, മീഡിയകളുടെ സ്വാധീനം അതിനകത്തുണ്ടാകും, പലതും ഉണ്ടാകും. അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖാണ് ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് 17 തവണ നിർബന്ധപൂർവ്വം നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നത് വെറുതെയല്ല. ഈ ദീനിൽ സ്ഥിരത ഉണ്ടാകാൻ, അള്ളാഹ്ക്കിഷ്ടം വല്ലപ്പോഴും ചെയ്യുന്ന സുഹൃതങ്ങളല്ല. അദ്വമുഹാ വ ഇൻകല്ല, തുടർച്ചയുണ്ടാകുന്ന ഈമാൻ, തുടർച്ചയുള്ള തഖ്വ, തുടർച്ചയുള്ള ഇബാദാത്തുകളെയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പ്രീതിപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഒരു ജോലിക്കാരൻ എപ്പോഴെങ്കിലുമൊക്കെ ആവേശം കയറും എന്നതൊഴിച്ചാൽ അയാൾ തീർത്തും നിരുത്തരവാദപരമായിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വല്ലപ്പോഴും കാണിക്കുന്ന ആ ശ്രദ്ധയുടെ പേരിൽ നാം അയാളെ പിടിച്ചു വെക്കുമോ? നമ്മുടെ ഭാര്യ എപ്പോഴെങ്കിലുമൊക്കെ നമ്മെ പരിഗണിക്കുന്നു എന്നതിന്റെ പേരിൽ നമുക്ക് അവളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവുമോ? നമ്മുടെ മക്കളെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ഭർത്താവിനെ കുറിച്ചാണെങ്കിലും. അപ്പോൾ ഒരു നൈരന്തര്യം നമ്മളുമായി ഇടപെടുന്നവരുടെ കാര്യത്തിൽ, നമ്മുടെ ഈ ജോലിക്കാരുടെ കാര്യത്തിൽ, നമ്മൾ പലതും പ്രതീക്ഷിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നാം ആഗ്രഹിക്കുന്നെങ്കിൽ സൃഷ്ടാവായ പടച്ച റബ്ബ് അതുല്യമായ ഒരു സ്വർഗം ഒരുക്കി വെച്ച് നമുക്ക് ചില ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങൾ നിശ്ചയിച്ച് തന്നിട്ട് അത് എപ്പോഴെങ്കിലും പാലിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ സിൻസിയറിറ്റി, അയാളുടെ ആത്മാർത്ഥത, അയാളുടെ സത്യസന്ധത, അയാളുടെ കമ്മിറ്റ്മെന്റ്, ആ ദീനിനോടുള്ള അയാളുടെ പ്രതിബദ്ധത എത്രത്തോളമായിരിക്കും? അതുകൊണ്ട് തുടർച്ചയാണ് ആവശ്യം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥനയുടെ വാചകം വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ അൽ-സഖഫി വന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഇസ്ലാമിലെ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് ഉപദേശിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുമ്പോൾ ഒരു നിബന്ധന കൂടെ വെച്ചു, ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. താങ്കൾക്ക് ശേഷം ഒരാളോടും ചോദിക്കേണ്ടി വരരുത് അതിനെക്കുറിച്ച്.
ജാമിഉം മാനിഉമായ ഒറ്റ ഉത്തരം തരണം. റസൂൽ പറഞ്ഞു, ഖുൽ, നീ പറ, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറ. സുമ്മസ്തഖിം, പിന്നീട് നീ ആ വിശ്വാസത്തിൽ ഉറച്ചു മുന്നോട്ട് പോകും. നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീന്, അത് നിഴലിച്ച് കാണുന്നതാകണം നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ പെരുമാറ്റം. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, ദീനിൽ സബാത്ത് നീ എനിക്ക് നൽകണേ എന്ന ആ ഒരു പ്രാർത്ഥന വളരെ വലിയ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തേത് വൽ അസീമത അല റുഷ്ദ്, സന്മാർഗത്തിലുള്ള ദൃഢനിശ്ചയം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓരോ കാര്യവും നല്ല രീതിയിൽ നടപ്പിലാക്കാനും അതുപോലെ തന്നെ അങ്ങനെ വിജയവും സഹായവും കരസ്ഥമാക്കാനുമുള്ള പടച്ച റബ്ബിന്റെ തൗഫീഖാണ് യഥാർത്ഥത്തിൽ അസീമത്ത് അല റുഷ്ദ് എന്നതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം. അതുകൊണ്ട് നല്ല നിലയ്ക്ക് ഓരോ കാര്യങ്ങളും നിർവഹിച്ചു പോകാൻ, അതിന്റെ എല്ലാ ഭാഗങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതിലൂടെ വിജയവും പടച്ച റബ്ബിന്റെ സഹായവും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള തൗഫീഖും ചോദിക്കുകയാണ് വൽ അസീമത അല റുഷ്ദ് എന്ന ചോദ്യത്തിലൂടെ. വഅസ്അലുക മൂജിബാതി റഹ്മതിക്, അല്ലാഹുവേ നിന്റെ റഹ്മത്ത്, കാരുണ്യം നേടാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. പടച്ച റബ്ബിന്റെ കാരുണ്യമില്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? നാം ശ്വസിക്കുന്ന വായു നമ്മുടേതാണ്, നാം കുടിക്കുന്ന വെള്ളം, 10, 65, 75 കിലോഗ്രാം ഭാരമുള്ള ഈ ശരീരത്തെ ഈ രണ്ട് പാദത്തിൽ പിടിച്ചു നിർത്തിയത് നമ്മളാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്, നാം ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നുകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സംവിധാനിച്ച സൗകര്യങ്ങളുടെ പേരിലാണോ? ഒരിക്കലുമല്ല. എങ്കിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്താണെങ്കിൽ ആ റബ്ബിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. വഅസ്അലുക മൂജിബാതി റഹ്മതിക, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് നേടിയെടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അത് വാക്കുകളാകാം, അത് പ്രവർത്തനങ്ങളാകാം, അത് തേട്ടങ്ങളാകാം, മറ്റു പല പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അത് ദുനിയവിയായ റഹ്മത്ത്, ഉഖ്റവിയായ റഹ്മത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഫഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ. പരലോകത്ത് നല്ല മുഖപ്രസന്നതയോടുകൂടി ഹാജരാക്കപ്പെടുന്ന ആളുകൾ ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്. പടച്ച റബ്ബ് റഹ്മത്തിനെ സൃഷ്ടിച്ചത് 100 അതിലൊരു അംശമാണ് ദുനിയാവിലേക്ക് അല്ലാഹു വിട്ടിരിക്കുന്നത്. ബാക്കി 99% അല്ലാഹു ബാക്കി വെച്ചത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വർഗം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കേദാരമാണ്. ആ സ്വർഗം നേടിയെടുക്കാനുള്ള, പടച്ച റബ്ബിന്റെ കാരുണ്യം നേടിയെടുക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക. അസ്ഹാബുൽ കഹ്ഫ് പ്രാർത്ഥിച്ചില്ലേ? എന്താ അവർ പ്രാർത്ഥിച്ചത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യ ലനാ മിൻ അംരിനാ റഷദാ. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഒരു വഴി കാണിച്ചു തരണമേ എന്ന് അസ്ഹാബുൽ കഹ്ഫ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ഫദറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ, പ്രാർത്ഥിച്ച ഉടനെ അല്ലാഹു അവരെ ഗാഢമായിട്ട് ഉറക്കിയെന്നാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പടച്ച റബ്ബിന്റെ റഹ്മത്ത് അത് നാം ചോദിക്കണം. അത് നമുക്ക് ലഭിച്ചാൽ നാം ധന്യരാണ് ഇരു ലോകത്തും. അതാണ് മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാൻ പഠിപ്പിച്ച വഅസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക, നിന്റെ പാപമോചനം കിട്ടാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങൾ. പാപമോചനം ലഭിക്കാൻ എന്തെല്ലാമാണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം അസ്അലുക അൻ തർസുഖനാ മിനൽ അഅമാലി വൽ അഖ്വാലി വൽ അഫ്ആൽ അല്ലതി തഅസം വതഅക്കദ ബിഹാ മഗ്ഫിറതിക. അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്ത് എന്തിലെല്ലാമാണോ നീ ഉറപ്പ് നൽകിയത്, ആ ഉറപ്പ് നൽകപ്പെട്ട നിന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ പറ്റിയ പ്രവൃത്തികൾ, വാക്കുകൾ, അതുപോലെ തന്നെ ചെയ്തികൾ, ഇതെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയുടെ 4ാമത്തെ ചോദ്യം. സുഹൃത്തുക്കളെ, മഗ്ഫിറത്ത് പടച്ച റബ്ബ് നൽകേണ്ടതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു റഹ്മത്താണ്. അല്ലാഹു പരലോകത്ത് വിശ്വാസികളെ വിളിക്കും, എന്നിട്ട്
സാക്ഷിയുടെ മുന്നിൽ വെച്ച് പാപങ്ങൾ മറച്ചു വെച്ചിട്ട് അല്ലാഹു മുഅ്മിനായ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകൾ അവന് മാത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കും, ഇതെല്ലാം നീ ചെയ്തതാണോ? അയാൾ പറയും, അതെ റബ്ബേ, ഞാൻ ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് വിശാലമാണ്. ഇന്നല്ലാഹ വാസിഉൽ മഗ്ഫിറ, ധാരാളമായി മഗ്ഫിറത്ത് കൊടുക്കുന്നവനാണ് പടച്ച റബ്ബ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് അവന്റെ ചുമലുകൊണ്ട് സാക്ഷിയുടെ മുന്നിൽ അവന്റെ തെറ്റുകളെ മറച്ചുവെച്ച് അവന് മാത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും, ഖദ് സതർതുഹാ ഫിദ്ദുനിയ, നിന്റെ പാപങ്ങളെ ഞാൻ ദുനിയാവിൽ മറച്ചുവെച്ചു, പരലോകത്തും ഞാൻ നിന്റെ പാപങ്ങളെ മറച്ചുവെക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് പറയും. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ എന്തിന്റെ അർത്ഥം? അല്ലാഹു എന്റെ പാപം നീ പുറത്തു തരണേ, എന്റെ രേഖയിൽ നിന്ന് നീ മായ്ച്ചു കളയണേ. പരലോകത്ത് രഹസ്യം പരസ്യമാകുന്ന യൗമ തുബ്ലസ് സറായിറിന്റെ ദിവസത്തിൽ എന്റെ പാപങ്ങളെ നീ മറച്ചു വെക്കണേ എന്നാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ ഒരു മഗ്ഫിറത്ത്, പടച്ച റബ്ബിന്റെ വിശാലമായ ആ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള വഴികൾ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. വാക്കുകളായി, പ്രവൃത്തികളായി, മറ്റു കാര്യങ്ങളായി, മനസ്സുകൊണ്ടുള്ള, നാവുകൊണ്ടുള്ള, അവയവങ്ങൾ കൊണ്ടുള്ള ഇബാദാത്തുകളായി പല വഴികളും അതിനുണ്ട്. അത് നമ്മൾ പടച്ച റബ്ബിനോട് അതിനുള്ള തൗഫീഖിനെ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞ അതാണ്, നിന്റെ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കും. അല്ലാഹുവേ, നീ നൽകിയ മുഴുവൻ കാര്യങ്ങൾക്ക് ശുക്ർ കാണിക്കുന്നവനാക്കി എന്നെ നീ മാറ്റണേ. വഅസ്അലുക ശുക്ര നിഅമതിക്, നീ നൽകിയ നിഅമത്തിന് ശുക്ർ കാണിക്കുന്നവനാക്കി എന്നെ നീ മാറ്റാൻ അതിനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അസ്അലുക തൗഫീഖ് ലിശുക്രി നിഅമിക്, നീ എനിക്ക് നൽകിയിട്ടുള്ള അല്ലത്തി ലാ തഫ്സി, എണ്ണാൻ സാധിക്കാത്ത, കണക്ക് പറയാൻ സാധിക്കാത്ത അത്രയും അനുഗ്രഹം പടച്ച റബ്ബ് നൽകിക്കൊണ്ടേയിരിക്കുക. അതിന് ശുക്ർ കാണിക്കും. സുഹൃത്തുക്കൾ, ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്തു കൊടുത്ത കാര്യം തിരിച്ചറിയാതെ ഒരാൾ പെരുമാറിയാൽ നമുക്ക് എത്ര അത് വേദനയുണ്ടാക്കും, അല്ലെ? നമ്മുടെ കുടുംബത്തിലുള്ളവരാകട്ടെ, നമ്മുടെ സഹായം പറ്റി ജീവിക്കുന്നവരാകട്ടെ, ആരുമാകട്ടെ. എന്നാൽ രാവും പകലും നാം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ പോലും നമ്മെ സംരക്ഷിക്കുന്ന പടച്ച റബ്ബ്, അവൻ നൽകിയതല്ലേ നമ്മുടെ ആരോഗ്യം, നമ്മുടെ റിസ്ക്, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ. അവൻ നൽകാത്ത എന്താണ് നമുക്കുള്ളത്? അതിന് മതിയായ നിലക്ക് നന്ദി കാണിക്കുന്നവനാണ് ഞാനെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കോ? അതുകൊണ്ട് തന്നെ ആ നന്ദിക്കുള്ള തൗഫീഖ്, അതൊരു തൗഫീഖാണ്. ഇങ്ങനെ കണ്ടില്ലേ, ധാരാളം പണമുണ്ടായിട്ടും ഒരു ജാടയുമില്ലാതെ ജീവിക്കണം മനുഷ്യന്മാരെ. കോടികൾ മുടക്കി സ്വന്തമായി പള്ളി നിർമ്മിച്ചതിന്റെ പരിപാലനവുമായി കഴിച്ചുകൂട്ടുന്ന ആൾക്കാരെ, സ്വന്തം വീടിനെ പരിപാലിക്കാൻ മറന്നുപോയി അള്ളാഹുവിന്റെ ഭവനത്തെ പരിപാലിക്കുന്ന ആളുകളെ, വേണമെങ്കിൽ വലിയ ആർഭാടത്തിൽ ജീവിക്കാമായിരുന്നിട്ട് പോലും തന്റെ കയ്യിൽ വരുന്ന സമ്പത്ത് കൊണ്ട് പട്ടിണി പാവങ്ങളെ പരിചരിക്കുന്നവരെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ പള്ളിയുടെ മൂലയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ഇഅ്തികാഫിരിക്കുന്ന, എല്ലാ റമദാനിലും പരിശുദ്ധ ഹറമിലെത്തുന്ന മനുഷ്യന്മാരെ. സുഹൃത്തുക്കൾ, അല്ലാഹ്ക്കറിയാം നമുക്ക് പരീക്ഷണം തന്നാലാണോ നമ്മൾ പടച്ചോനിലേക്ക് അടുക്കുക, പൈസ തന്നാലാണോ? ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, പടച്ചോനെ എന്നെ പണക്കാരനാക്കണേ, എനിക്ക് ധന്യത നൽകണേ, എനിക്ക് പിന്നെ ഐശ്വര്യം നൽകണേ ഒക്കെ പ്രാർത്ഥിക്കും. അത് നമുക്ക് തന്നാൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കും നല്ലോണം പടച്ചോനറിയാം. കിട്ടും തോറും ആർത്തി കൂടുന്ന, പിശുക്ക് കൂടുന്ന സാധനമാണ് നമ്മുടെ കയ്യിലുള്ള പണം. കൂടുതൽ കിട്ടിയപ്പോഴാണോ നാം കൊടുക്കാൻ തുടങ്ങിയത്, കിട്ടാത്ത കാലത്താണോ? ആലോചിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ശുക്ർ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ കാണിക്കാൻ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ശുക്ർ കാണിക്കാൻ ഖുർആൻ പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ ശുക്ർ കാണിക്കാൻ നിങ്ങൾക്ക് അല്ലാഹ് ധാരാളം തരും. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ പടച്ചോന്റെ ശിക്ഷ കഠിനമാണെന്ന് നിങ്ങൾ മനസ്സിലായിക്കോളൂ. അതുകൊണ്ട് ശുക്ർ കാണിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ള വലിയ കാര്യമാണ്. അതുകൊണ്ട് ആളുകൾ ദീനാറിനും ദിർഹമിനും ദുനിയാവിന്റെ നിധിക്കും വേണ്ടി മത്സരിക്കുമ്പോ പടച്ചോനോട് ചോദിച്ചോ, പടച്ചോനെ നീ എനിക്ക് നൽകിയ നിഅമത്തിന് ശുക്ർ കാണിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ. അത് ഹൃദയം കൊണ്ട്, നാവുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ഒക്കെ നമ്മൾ ശുക്ർ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.
അഞ്ചാമത്തെ ചോദ്യം, ആറാമത്തെ ചോദ്യം, വഹുസ്ന ഇബാദതിക്. നിസ്കരിക്കണക്കുണ്ട്, ഖുർആനോദനക്കുണ്ട്, പ്രാർത്ഥിക്കണക്കുണ്ട്, പക്ഷെ മനസ്സെവിടെയാണ്? ആത്മാവ് എവിടെയാണ്? ശരീരം എവിടെയാണ്? മനസ്സറിഞ്ഞ് ഒന്ന് നിസ്കരിക്കാൻ. ഇദാ ഹബസഹു ശൈഅൻ സല്ല. റസൂലിന് വല്ല മാനസിക സംഘർഷം ഉണ്ടായ റസൂല പോയിട്ട് നിസ്കരിക്കുകയായിരുന്നു. നിസ്കാരത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമ്മുടെ നമസ്കാരത്തെ നമുക്ക് നന്നാക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹിനോട് പ്രാർത്ഥിക്കണം നമ്മൾ ആദ്യം വേണ്ടത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം, അഇന്നി അലാ ദിക്രിക, നിനക്ക് ദിക്റെടുക്കാൻ, വശുക്രിക, നിനക്ക് ശുക്ർ കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, നിനക്ക് നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ. ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യണം, അതാണ് എനിക്കിഷ്ടം. പറയാറില്ല നമ്മള് അല്ലേ? വീട്ടിൽ ജോലിക്ക് ഒരാളെ കൊണ്ടുവന്നാൽ വൃത്തിക്ക് ചെയ്യുന്ന ആളെ നമ്മൾ ഏൽപ്പിക്കാം. വാഹനം നന്നാക്കാൻ ഒരാളെ ഏൽപ്പിച്ച വൃത്തിക്ക് ചെയ്യുന്ന ആളെ നമ്മൾ ഏൽപ്പിക്കാം. അല്ലേ സുഹൃത്തുക്കൾ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം ആരാധന, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആരാധന, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആരാധന അള്ളാഹ്ക്ക് ഇഷ്ടം. അതാ നിസ്കാരത്തിന്റെ നൃത്തത്തിലും ആ ചൊല്ലുന്നതിലും എല്ലാത്തിലും അത് കാണാൻ പറ്റും. അതുകൊണ്ട് നിസ്കാരം മാത്രമല്ല, എല്ലാ ആരാധനയും വഹുസ്ന ഇബാദതിക്, നിന്നെ ഏറ്റവും നല്ല നിലക്ക് ആരാധിക്കാൻ നീ എന്നെ സഹായിക്കണം. ഇതൊരു ലഗേജ് തയ്യാറാക്കലാണ്. സുഹൃത്തുക്കളെ, നമ്മളൊരു യാത്രക്ക് ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ലോക്കൽ സാധനമാണോ പാക്ക് ചെയ്യുക? ആണോ? ഏറ്റവും നല്ല സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യുക. അത് ഏറ്റവും വൃത്തിക്കാണ് നമ്മൾ പാക്ക് ചെയ്യുക. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഒരു യാത്രക്കാരൻ വൃക്ഷത്തിന് ചുവട്ടിൽ തണൽ കൊള്ളാൻ, യാത്രാ ക്ഷീണം മാറ്റാൻ വിശ്രമിക്കുന്ന സമയമാണ് നമ്മൾ ദുനിയാവിൽ കഴിച്ചു കൂട്ടുന്നത്. നമുക്ക് നൂറ്റാണ്ടുകളോളം കഴിയണം മരണത്തിനപ്പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളമാണ് ദുനിയാവിലെ ആയുസ്. ബാക്കി പരന്നു കിടക്കുന്ന മുഴുവൻ ജലാംശവും നമുക്ക് പരലോകത്ത് ജീവിക്കാൻ. അവിടെ നൂറ്റാണ്ടുകളോളം കഴിയാനുള്ള സാദ് റിസ്ഖ് ഉണ്ടാക്കണം നമ്മൾ. അതുകൊണ്ട് അത്രയും ഭംഗിയായി മനോഹരമായി വൃത്തിക്കുണ്ടാക്കണം. അത് എങ്ങനെ? അൻ തഅബ്ദുല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹനെ കാണുന്ന പോലെ ആരാധന നിർവഹിക്കുക. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഒരാഴ്ച പിന്നിട്ടു. നമുക്ക് ഇക്കഴിഞ്ഞ നിസ്കാരങ്ങൾ ആ ഖുത്ബയുടെ വെളിച്ചത്തിൽ, ആ ഓർമ്മയിൽ നിസ്കരിക്കാൻ പറ്റിയ എത്ര ആളുകളുണ്ട്? അവിടെയാണ് റിസ്ക് എടുത്ത് ഓടി വന്ന് ജുമുഅ കേൾക്കുന്നതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. നമ്മൾ കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റണം. പടച്ചോൻ സഹായിക്കട്ടെ. ഏഴാമത്തെ കാര്യം, അസ്അലുക ഖൽബൻ സലീമ, ശുദ്ധമായ ഹൃദയം, ശിർക്കില്ലാത്ത, ഖുറാഫാത്തില്ലാത്ത, ആരോടും പകയും അസൂയയും വിദ്വേഷവുമില്ലാത്ത, യാതൊരു തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളുമില്ലാത്ത ഖൽബുൻ സലീം ഞാൻ നിന്നോട് ചോദിക്കും. വലിസാനൻ സാദിഖ, സത്യസന്ധമായ നാവ്, കബളിപ്പിക്കാത്ത, നുണ പറയാത്ത, ഗീബത്ത് പരദൂഷണം പറയാത്ത, തമ്മിലടിപ്പിക്കാത്ത, ആരെയും ശപിച്ചു പറയാത്ത, ആരെയും വെറുപ്പിക്കാത്ത, കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ക്ഷമ ചോദിക്കേണ്ടി വരുന്ന വാക്കുകൾ സംസാരിക്കാത്ത ലിസാനൻ സാദിഖ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം. അല്ലാഹുവേ, നീ അറിയുന്ന, നിനക്കറിയാവുന്ന എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമുക്കറിയില്ല എന്താണ് നമുക്ക് നന്മ, നമുക്കറിയില്ല എന്താണ് നമുക്ക് തിന്മ. എല്ലാം അറിയുന്ന പടച്ചോൻ. അതുകൊണ്ട് പടച്ചോനോട് ചോദിക്കുക, അസ്അലുക മിൻ ഖൈരി മാ തഅലം, നീ അറിയുന്ന എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, നീ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ വലിയ സന്തോഷത്തോടുകൂടെ കാണുന്ന കാര്യമായിരിക്കും നമുക്ക് വലിയ വിപത്തായിരിക്കും. പക്ഷേ നമ്മൾ വെറുപ്പോടുകൂടെ കാണുന്ന കാര്യം നമുക്ക് ചിലപ്പോ ഖൈറായിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും അറിയുന്ന പടച്ചവനോട് ഖൈറും ഷർറും പടച്ചവനോട് നമ്മൾ ചോദിക്കുകയാണ്. ഖൈറ് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, അല്ലാഹുവേ, നീ അറിയുന്ന എല്ലാ കാര്യത്തിൽ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. നമ്മുടെ കഴിഞ്ഞു പോയതും നമ്മുടെ പ്രസന്റും ഇനി വരാനിരിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അറിയാതെ നമ്മിൽ സംഭവിക്കുന്ന ഗോപ്യമായ തെറ്റുകൾ ഉണ്ടാവും, അതും അല്ലാഹുക്ക് അറിയാം. ശിർക്കുൻ ഖഫീ എന്ന് പറഞ്ഞല്ലേ, നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മുടെ മനസ്സിലാ ചിന്ത തെറ്റാണ്, നമ്മുടെ ആ പ്രവർത്തനം തെറ്റാണ്. അപ്പൊ നമ്മൾ അറിയാതെ പോലും നമ്മിൽ സംഭവിക്കുന്ന തെറ്റുകളുണ്ടാവും. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, നിനക്കറിയാവുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്.
കാരണം നമ്മൾ ചെയ്യുന്ന ഓരോന്നും രേഖയിൽ കയറുന്നുണ്ട്. അതുകൊണ്ട് പടച്ചവനോട് ആ പ്രാർത്ഥന എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, അല്ലാഹുവേ നീ എല്ലാ കാര്യങ്ങളും തീർച്ചയായും അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണല്ലോ പടച്ചവനെ. അപ്പൊ ആളുകൾ ദുനിയാവിന് വേണ്ടി മത്സരിക്കുമ്പോൾ നീ ഈ പ്രാർത്ഥനകൾ കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر والعزيمة على الرشد وأسألك موجبات رحمتك وعزائم مغفرتك وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. ഈ പ്രാർത്ഥനയും അതിലുള്ള ആശയങ്ങളും ഇതുപോലെ തന്നെ വാചകങ്ങൾ പഠിക്കാനും ഇതിലുള്ള ആശയങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ഫാനും ഈ എസിയും ഓഫ് ചെയ്താൽ ഇത്രയും ആളുകൾക്ക് എത്ര സമയം ഈ ഹാളിൽ ഇരിക്കാൻ പറ്റും? അത്രയും വലിയ ചൂടാണ് നമ്മുടെ ചുറ്റുപാടിൽ നാം അനുഭവിക്കുന്നത്. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട നമ്മുടെ കാറുകളിലേക്ക് കയറാൻ അല്പസമയം ഡോറുകൾ തുറന്നുവെച്ച് ആ ചൂട് പുറത്തേക്ക് പോയതിനു ശേഷമാണ് നമ്മളതിൽ കയറിയിരിക്കുന്നത്. കാരണം അത്രയും അസഖ്യമാണ് ഒരു കാറിനകത്തെ ചൂട് തന്നെ. റോഡിലൂടെ ചെരുപ്പിടാതെ എത്ര ദൂരം നമുക്ക് നടക്കാൻ കഴിയും? ഈ ചൂടിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എത്ര ദിവസം നമുക്ക് കഴിച്ചുകൂട്ടാൻ കഴിയും? ദൃഷ്ടാന്തങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് ജീവിതം തന്നെ വഴികാണിച്ചു കൊടുക്കും എന്നതാണ് സത്യം. ഈ പ്രപഞ്ചത്തിന്റെ ചൂട് നരകത്തിന്റെ ചൂടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമാണ്. പ്രപഞ്ചത്തിലെ മൊത്തം തീയിന്റെ 69 ഇരട്ടിയാണ് നരകത്തിലെ ചൂട്. ഒരു ചൂടുവെള്ളത്തിന്റെ ചൂട് പോലും സഹിക്കാൻ പറ്റാത്ത നമ്മൾ, റോഡിന്റെ ടാറിന്റെ ചൂട് പോലും സഹിക്കാൻ പറ്റാത്ത നമ്മൾ, ഈ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് അതിന്റെ പ്രയാസം പോലും സഹിക്കാൻ പറ്റാത്ത നമ്മൾ എത്ര നിർഭയത്വത്തോടുകൂടെയാണ് കഴിച്ചുകൂട്ടുന്നത്? മിമ്പറിൽ കയറി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. നബിയോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്തിനാ താങ്കൾ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ലൗ റഅയ്തും മാ റഅയ്തു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. ഫമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്താണ് കണ്ടത്? അവിടുന്ന് പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ നരകവും സ്വർഗവും കണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം സത്യമാണെങ്കിൽ, രാവും പകലും സത്യമാണെങ്കിൽ, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ, പടച്ചറബുണ്ട് എന്നത് സത്യമാണ്, ഖബർ ജീവിതമുണ്ട് എന്നത് സത്യമാണ്, സ്വർഗനരകങ്ങളുണ്ട് എന്നത് സത്യമാണ്. ദുനിയാവ് മരണത്തോട് ചോദിച്ചു, എന്താണ് ആളുകൾ എന്നെ ഇഷ്ടപ്പെടാനും നിന്നെ വെറുക്കാനും കാരണം? മരണം പറഞ്ഞു അത്രേ, നീ ജനങ്ങളോട് പൊള്ളയായ ഒരു നുണയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജനങ്ങളോട് പച്ചയായ ഒരു സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൗതിക ലോകം നമ്മുടെ മുന്നിൽ സൗന്ദര്യം വിരിച്ചു കാണിക്കുമ്പോൾ നാം തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ഇവിടുത്തെ വേഷവും ഇവിടുത്തെ സൗന്ദര്യവും ഇവിടുത്തെ കൂട്ടുകെട്ടും ഇവിടുത്തെ സന്തോഷവും ഇവിടുത്തെ സുഖവും ഇവിടുത്തെ രസവുമാണ് ജീവിതമെന്ന്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് ഈ ദുനിയാവിന്റെ സൃഷ്ടാവായ പടച്ചറബ്ബാണ്. ഈ ദുനിയാവിന്റെ സൃഷ്ടാവായ പടച്ചറബ്ബാണ്. മരണം
കേൾക്കാനും പറയാനും ആർക്കും ഇഷ്ടമില്ലെങ്കിലും അത് പച്ചയായൊരു യാഥാർത്ഥ്യം. മരണത്തോടെ തുറക്കപ്പെടുന്ന ലോകത്ത് നരകമാണെങ്കിൽ ഇതിനേക്കാൾ അസഹ്യമായിരിക്കും. കനത്ത ചൂടുള്ള ദിവസം തബൂക്കിലേക്ക് വിശ്വാസികൾ അണിനിരുന്നപ്പോ കപടന്മാർ മാറി നിന്നു. അവർ പറഞ്ഞു, ഈ ചൂടത്താണോ യുദ്ധത്തിന് പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറുപടി, ഖുൽ, നബിയെ പറ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീ ഇതിനേക്കാൾ കഠിനമായ ചൂടാണ് കേട്ടോ. സുഹൃത്തുക്കളെ, കണ്ണുകൊണ്ട് കാണാത്തൊരു ലോകത്തെ എപ്പോഴും ഓർത്തിരിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചപ്പോ മരണത്തിനപ്പുറത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തുന്നവനാണ് ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. ചൂടത്ത് അയഞ്ഞ വസ്ത്രം, തെളിഞ്ഞു കാണുന്ന വസ്ത്രം, ഔറത്ത് മര്യാദക്ക് മറക്കാതെ വസ്ത്രം ധരിച്ച് നടക്കുന്നവർ പറയും, ചൂടല്ലേ? നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീ ഇതിനേക്കാൾ കഠിനമാണ്. നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. അന്ന് അല്ലാഹു യുദില്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹ് തണലിട്ട് കൊടുക്കും. ഇത്രയും അകലെ കിടക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാത്ത നമ്മൾ തലയുടെ തൊട്ടുമീതെ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ എങ്ങനെ താങ്ങും? സൂര്യന്റെ ഈ ചൂട് കാറ്റ് സഹിക്കാൻ പറ്റാത്ത നമ്മൾ നരകത്തിൽ നിന്ന് ഖബറിലേക്ക് ഒരു ഡോർ തുറന്നു വച്ചാൽ ആ തീക്കാറ്റ് എങ്ങനെ സഹിക്കും? ആളിക്കത്തുന്ന നരകം പടച്ചറബിനോട് പരാതി പറയും, അല്ലാഹു യഖല ബഅദി ബഅദാ, എന്റെ ഒരു ഭാഗം എന്നെ തന്നെ കരിച്ചുകൊണ്ടിരിക്കുന്നു പടച്ചോനെ, അതുകൊണ്ട് ചൂട് പുറത്തുവിടാൻ എന്നെ സമ്മതിക്കണമെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തവണ നിശ്വസിക്കാൻ, വായു പുറത്തുവിടാൻ അല്ലാഹ് അനുവാദം കൊടുക്കും. അതാണ് ദുനിയാവിലെ ഏറ്റവും ചൂട് നിങ്ങൾ അനുഭവിക്കുന്ന സമയമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തണുപ്പും ചൂടുമൊക്കെ നമുക്ക് ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് ജീവിതം എവിടെയെങ്കിലുമൊക്കെ പൊലിയുമ്പോ നമുക്ക് സ്വർഗം ലഭിക്കണം. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ കഠിനമായിരിക്കും നമ്മുടെ ജീവിതാനുഭവങ്ങളെന്ന് തിരിച്ചറിഞ്ഞ്, കുട്ടിനാരുമില്ലാതെ, കുടുംബമില്ലാതെ, ബന്ധുക്കളില്ലാതെ, ബോയ്ഫ്രണ്ട് ഇല്ലാതെ, ഗേൾഫ്രണ്ട് ഇല്ലാതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് ലൈക്ക് നൽകിയവരും കമന്റ് അടിച്ചവരും കൂടെ ചേർത്ത് പിടിച്ചവരും കൈയടിച്ചവരും കൂക്കുപിടിച്ചവരും ലഹരിയിലേക്കും പെണ്ണിലേക്കും തോന്നിവാസങ്ങളിലേക്കും ഹറാമായ സമ്പാദ്യത്തിലേക്കും പലിശയിലേക്കും കടക്കണിയിലേക്കും മാറിവരുന്ന ട്രെൻഡുകളിലേക്കും നമ്മെ കൈപിടിച്ച് വലിച്ചുവെച്ചു കൊണ്ടുപോയവർ കൂട്ടിനില്ലാതെ ആളിക്കത്തുന്ന നരകത്തിന്റെ വിറക് ആയി നാം മാറുമെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പാഠം ഉൾക്കൊണ്ട് ജീവിതം കൊണ്ട് സ്വർഗം നേടാൻ പറ്റിയ ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ ദീനിന്റെ വഴിയിൽ അടിയുറച്ച് മരണം വരെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പടച്ചറബ് നൽകിയ നിഅമത്തിന് ശുക്ർ കാണിക്കാൻ, അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നേടാൻ പറ്റിയ വഴികളിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ, മനോഹരമായ നിലക്ക് ആരാധനകൾ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തും റഹ്മത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകൾ അല്ലാഹു തടഞ്ഞു വെക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ ചിന്തയിൽ അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട സമയത്ത് സ്വർഗ്ഗക്കാരനായിരിക്കെ അവനിലേക്ക് മടങ്ങാനുള്ള നമ്മുടെ അവസാനത്തെ സമയത്തെ തെരഞ്ഞെടുക്കുമാറാവട്ടെ. അല്ലാഹുവിൽ വെറുക്കപ്പെട്ടവനായിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന ഹതഭാഗ്യരിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചറബിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കുന്ന മുത്തഖിയാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാവട്ടെ. ഭൗതിക സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി സ്വർഗം ത്യജിക്കുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിന് വേണ്ടി അല്ലാഹു നിഷിദ്ധമാക്കി എല്ലാ സുഖങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലാഹു നമുക്ക് മനക്കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്തെ സമാധാനവും സ്വാതന്ത്ര്യവും ഐക്യവും സാഹോദര്യവും നിലനിർത്തി തരുമാറാവട്ടെ.
ഇവിടെ അനൈക്യവും ചിത്രതയും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യട്ടെ. അവിടെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.